നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു പോസ്റ്റർ ആദ്യം ടീച്ചർ അയച്ചു തരുമ്പോൾ ഞാൻ വിചാരിച്ചത് ക്ലാസ്സുകൾ, അതായത് തിയറി ക്ലാസ്സുകളായിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഒരു ഒറ്റ തിയറി ക്ലാസ് പോലും ഇല്ലാണ്ട് ഫുൾ പ്രാക്ടിക്കൽ ക്ലാസ്സുകളാണ് തിയറി പറഞ്ഞത്. വളരെ നൈസ്. അതായത് നമ്മൾ എങ്ങനെ വിചാരിച്ചോ അതുപോലെ തന്നെ ഡെലിവറി ചെയ്യും. അതാണ് നമുക്ക് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയത്. അത് ആ ഇതിൽ നമ്മുടെ ഒരു SH കോളേജ് വിജയിച്ചു തന്നെ നമുക്ക് പറയാം. കാരണം നമുക്ക് എല്ലാവർക്കും ഒരൊറ്റ ആൾ കൂടെ ബോറടിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും ഒന്നില്ലെങ്കിൽ ഒരു ലാബിൽ മറ്റൊരു ലാബിൽ, ഒരു ലാബിൽ മറ്റൊരു ലാബിൽ, ഇല്ല ഫുഡ് കഴിക്കാൻ പോയ ഒരു സമയം മാത്രമാണ് നമ്മൾ ഒരു ലാബിൽ നിന്ന് വിട്ടുന്നിട്ടുള്ളൂ. നമ്മൾ ശരിക്കും ഒരു സയൻസ് മ്യൂസിയം അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഫീലാണ് നമുക്ക് ഈ SH കോളേജിൽ നിങ്ങളുടെ അധികാരികളും HODs, ടീച്ചേഴ്സ് ആൻഡ് ഇതിൻ്റെ സംഘാടകരൊക്കെ ആക്കി തന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് നമുക്കൊരു ഒരു ടുഗദർനെസ് ഫീൽ. അല്ലെങ്കിൽ നമ്മളൊരു 30 പേര്, അത് നമ്മളെ ഏറ്റവും കുറവായതുകൊണ്ട് നമ്മൾ ക്വാണ്ടിറ്റിയിലല്ല ക്വാളിറ്റിയിലാണ് കാര്യം എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ടീമായിട്ട് അത് നടന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഒരു ദിവസം പോയത് അറിഞ്ഞില്ല, വിശപ്പൊന്നും അറിഞ്ഞിട്ട് പോലില്ല. ഫുഡൊക്കെ ഞാൻ എന്താ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ശരി, അപ്പോൾ താങ്ക് യു. നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചിരുത്താൻ പറ്റിയ പോലെ ശരിക്കും ഞാൻ ഒരു വട്ടം പഠിച്ച പോലെയായിരുന്നു. ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഒന്നും കൂടി ഇതെല്ലാം കാണാൻ പറ്റി. റിഫ്രഷ്മെന്റും ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ഫുഡും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ എനിക്ക് അന്ന് വന്നപ്പോൾ ഞങ്ങൾക്ക് സൈക്കോളജി ഇന്റഗ്രേറ്റഡ് MSc സൈക്കോളജി ഞങ്ങൾക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒന്നും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റില്ല. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോഴാണ് ആ ഒരു ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ അറിയാൻ പറ്റി. എനിക്ക് ഓൾറെഡി സൈക്കോളജിനോട് കുറച്ച് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റ് ഒക്കെ തോന്നി. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഒരുക്കി തന്ന തൃശ്ശൂരിലെ അതോറിറ്റീസിനും അതുപോലെ എല്ലാവർക്കും എന്റെയും ഞങ്ങളുടെ വന്നിരിക്കുന്ന ഓരോ കുട്ടികളുടെയും പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ കോളേജിൽ ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം സൂപ്പറായിരുന്നു. അതുപോലെ മാഷിന്റെ ടെലിസ്കോപ്പിനെ കുറിച്ചുള്ള ക്ലാസ്സും വളരെ മനോഹരമായിരുന്നു. ഇപ്പോൾ എനിക്കൊരു ആസ്ട്രോഫിസിക്സ് ആവാനുള്ളൊരു പാഷൻ വന്നു തുടങ്ങി. പേരല്ല, ഞങ്ങളിപ്പോ ഇവിടെ വന്നപ്പോ കുറെ പുതിയ കാര്യങ്ങൾ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ പുതിയതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിന്നെ സണ്ണിന്റെ ആ കാര്യങ്ങളൊക്കെ പ്ലസ് ഇവിടെ കണ്ടപ്പോൾ കുറച്ചും കൂടെ ഞങ്ങൾ ഇതുവരെ ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ പുതിയൊരു അറിവായിരുന്നു. അപ്പോൾ ഇനി ഇന്നത്തെ പരിപാടികളൊക്കെ വരുമ്പോൾ വരാൻ പറ്റണം എന്നാണ് ഞാൻ ആഗ്രഹം. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഞങ്ങൾ സംസാരിക്കാനാണ് വന്നത്. ഞാൻ കുറെ കേട്ടിട്ടുണ്ട് ഈ ആസ്ട്രോളജിനെ പറ്റി. അപ്പോൾ സാറ് കുറെ ടെലിസ്കോപ്പിനെ പറ്റി വിശദമായിട്ട് പറഞ്ഞു തന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ. കാരണം ഇപ്പോൾ ബയോളജി കയറിയപ്പോൾ സുവോളജി ലാബ് കയറിയപ്പോൾ നമ്മൾ ഉച്ചയെ പോലും അറിഞ്ഞില്ല. കാരണം ഞാൻ നോക്കണ സമയത്ത് എന്തോ വയറുണ്ട്, പക്ഷേ ഫുഡ് കഴിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പിന്നെ ഫിസിക്സ് കയറിയപ്പോൾ ഇലക്ട്രോസ്പെക്ട്രം ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ താൻ എന്താ ആദ്യമായിട്ടാണ് നേരിട്ട് കാണാൻ പറ്റിയത്. അതിൻ്റെ എക്സ്പീരിയൻസ് എന്നോട് വളരെ നന്ദി. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഞാൻ കോളേജിൽ വന്നിട്ടൊക്കെ ഉള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്. എന്തിനാണ് ഇത് വരുന്നതിനെ കൂടി എനിക്ക് ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി എന്തൊക്കെ അടിപൊളിയായിരിക്കുമെന്ന്. അത് കെമിസ്ട്രിയിലാണെങ്കിൽ ഫണ്ടിന്റെ കൂടെ തന്നെ കാര്യം പറഞ്ഞു തരാൻ സാധിച്ചു. കുറെ കെമിക്കൽ റെയിൻബോ, അങ്ങനെ കുറെ അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഫിസിക്സിലാണെങ്കിൽ ഞാൻ ഇപ്പൊ പഠിക്കുന്നതും പഠിച്ചു കഴിഞ്ഞ് പഠിക്കാൻ പോകുന്നതായ കാര്യത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ, പിന്നെ ഡിഗ്രി ലെവലിൽ കുറെ എക്സ്പ്ലനേഷൻസ് ഒക്കെ കിട്ടി. പിന്നെ സൈക്കോളജി എന്നുള്ള സബ്ജക്ട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടെന്ന് പോലും ഞാൻ ഇന്നാണ് അറിഞ്ഞത്. അപ്പൊ സൈക്കോളജി ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിന്റെ ഇൻസ്ട്രുമെന്റ്സിലൊക്കെ ഇങ്ങനെ അതിൽ ചെയ്ത് നോക്കി. സോ ഇന്നത്തെ ഇത്രയും അടിപൊളിയായിട്ട് തന്ന ഇവിടുത്തെ പ്രിൻസിപ്പൽ, HOD, ടീച്ചേഴ്സ്, പിന്നെ ഇവിടെ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചേച്ചിമാർക്കും എല്ലാവർക്കും താങ്ക് യു. ഓൺലൈനിൽ മാത്രം കണ്ടു, നേരിട്ട് അനുഭവിച്ചു. അത് ഇത്രയും സഹായിച്ച എല്ലാ സാർമാർക്കും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ഇത്രയും പറയാനുള്ളത്. താങ്ക് യു. ഞാനിതിന് മുമ്പും ഇവിടെ എത്രയും അപ്പോൾ ഇത് രണ്ടാമത്തെ തവണയാണ്. അന്നും കെമിസ്ട്രിയിൽ മാജിക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അന്നത്തെക്കാളും കുറച്ചുകൂടി കൂടുതൽ മാജിക്, അതായത് കുറെ എക്സ്പെരിമെന്റ്സ് ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇതിന്റെ ബ്ലഡ് വരണത് കെമിസ്ട്രി എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ടെൻഷൻ എക്സ്പെരിമെന്റും അങ്ങനെ കുറെ എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു. ഇല്യൂഷൻ, അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ സൈക്കോളജി ഫിസിക്സ്, DC, അതുപോലെ റെക്ടിഫയർ, പിന്നെ അതുപോലെ ഈ നമ്മുടെ റേഡിയോറ്റീവ് സീഷ്യം, അതിനൊക്കെ പറ്റി വരുന്നത്. അപ്പോൾ ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ശാസ്ത്ര സമേതം എന്ന ഈ ഒരു പരിപാടി വളരെ രസകരമായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു ദിവസം പോയി തന്നെ അറിഞ്ഞില്ല. അപ്പോൾ ഇതിനുവേണ്ടി ഈ പരിപാടിയുടെ സംഘാടകർക്കും SH അധ്യാപകർക്കെല്ലാം സയൻസിനെ കുറിച്ച് ഇത്തിരി പഠിക്കാൻ പറ്റി. പിന്നെ എല്ലാ കാര്യങ്ങളും കേൾക്കാൻ പറ്റി. നമുക്ക് ഒട്ടും ബോറടിച്ചില്ല. ഒരു ദിവസം പെട്ടെന്ന് പോയി. ഇനിയും ഇതേപോലത്തെ ക്ലാസ്സുകൾ വെക്കണം. നമുക്ക് ഇതിലൂടെ ഇഷ്ടപ്പെടും. നമ്മൾ ക്ലാസ്സിൽ നിന്ന് ബോറടിക്കില്ല. നമ്മൾ സാധാ ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ അറ്റൻഷൻ ചെയ്തിരുന്ന് നമുക്ക് ഇത്തിരി ബോറടിക്കും. കുറച്ചു നേരം കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് ബോറടിച്ചു പോകും നമ്മുടെ സാധാ ക്ലാസ്സുകൾ. പക്ഷെ തിയറി ക്ലാസ്സിനെ പോലെ അല്ല പ്രാക്ടിക്കൽ ക്ലാസ്. ഇത്തിരി കൂടി നമുക്ക് കണ്ടറിഞ്ഞ് ചെയ്യാം, മനസ്സിലാവും പെട്ടെന്ന്. പിന്നെ നമ്മൾ മറന്നുമില്ല. എക്സാമ്പിൾസ് നമ്മുടെ ഓർമ്മയുണ്ടാവും.